ഇസ്രായേലിലേക്ക് ആക്രമണം ശക്തമാക്കി ഇറാൻ. തെക്കൻ മേഖലയിലെ ആണവ ഗവേഷണ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണത്തിൽ ദിമോണ, അരാദ് എന്നീ നഗരങ്ങളിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. 150ഓളം പേർക്ക് പരിക്കേറ്റു. മധ്യ ഇസ്രായേലിലെ ഹോളോൺ നഗരത്തിലും മിസൈൽ പതിച്ചുവെന്ന് റിപ്പോർട്ടുണ്ട്. മറുപടിയായി ടെഹ്റാനിലെ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തി. ഇതിനിടെ ഹോർമുസ് കടലിടുക്ക് 48 മണിക്കൂറിനുള്ളിൽ തുറന്നില്ലെങ്കിൽ ഇറാനിലെ പവർ പ്ലാന്റുകൾ തകർക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇങ്ങനെ സംഭവിച്ചാൽ പശ്ചിമേഷ്യയിലെ US-ന്റെയും ഇസ്രായേലിന്റെയും എല്ലാ ഊർജ്ജ നിലയങ്ങളും തകർക്കുമെന്ന് IRGC തിരിച്ചടിച്ചു. അജയ് സുധാ ബിജു നൽകും വിവരം. തെക്കൻ ഇസ്രായേലിലുള്ള ദിമോണ, അരാദ് എന്നീ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഇന്ന് പുലർച്ചെയോടെയാണ് ഇറാൻ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തിയത്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 2 സ്റ്റേജ് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ ഈ ആക്രമണം നടത്തിയത്. 100ഓളം കെട്ടിടങ്ങൾ ഈ ആക്രമണത്തിൽ നശിച്ചതായിട്ടാണ് വിവരമുള്ളത്. നിരവധി പേർക്ക്, ഏതാണ്ട് 150ലധികം പേർക്ക് പരിക്കേറ്റതായിട്ടും വിവരമുണ്ട്. ഈ മിസൈലുകൾ വന്നത് ഇസ്രായേലിൻ്റെ ഈ പ്രതിരോധ സേനയ്ക്ക് തകർക്കാൻ കഴിഞ്ഞില്ല എന്ന് അവരുടെ തന്നെ ഒരു പ്രസ്താവനയിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു കടുത്ത പ്രതികരണം തന്നെയാണ് ഇതിനെതിരെ നടത്തിയത്. ഇസ്രായേലിൻ്റെ പ്രതിരോധ സേനയെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ശത്രുക്കൾക്ക് അതിരൂക്ഷമായിട്ടുള്ള തിരിച്ചടികൾ നൽകുമെന്നും ഇസ്രായേൽ പ്രതികരിക്കുകയുണ്ടായി. ഇതിന് പിന്നാലെ ടെഹ്റാനിലെ സർക്കാർ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുന്നതായിട്ട് IDF-ന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രസ്താവനയുണ്ടായിരുന്നു. പിന്നാലെ ടെഹ്റാനിലെ പല ഭാഗങ്ങളിലും സ്ഫോടനമുണ്ടായി. ഇതിൻ്റെ നാശനഷ്ടങ്ങളും മറ്റ് കണക്കുകളൊന്നും നിലവിൽ പുറത്തു വന്നിട്ടില്ല. ഇതിന് പിന്നാലെ IRGC-യും ഇസ്രായേലിനെതിരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുന്നതായിട്ട് പ്രസ്താവന പുറത്തുവിട്ടു. ഇതിൻ്റെ തുടർച്ചയായിട്ട് മധ്യ ഇസ്രായേലിലുള്ള ഹോളോൺ നഗരത്തിലും ആക്രമണം നടന്നതായിട്ടാണ് വിവരം. ഇതിൽ ഒരാൾക്ക് പരിക്കേറ്റതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വടക്കൻ ഇസ്രായേൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ലെബനൻ സേനയുടെ, വിമതസേനയുടെ ആക്രമണങ്ങളും ഉണ്ടായതായിട്ടാണ് ചില റിപ്പോർട്ടുകളുള്ളത്. അവിടെ നിരന്തരം സൈറനുകൾ ഉൾപ്പെടെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതീവ ജാഗ്രതയാണ് ഇസ്രായേലിൽ പുറപ്പെടുവിച്ചിട്ടുള്ളത്. എല്ലാ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല 50ലധികം പേർ കൂടുന്ന എല്ലാതരം സമ്മേളനങ്ങളും നിരോധിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ പ്രത്യേക അനുമതിയോടെ വളരെ സുരക്ഷിതമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ മാത്രമേ ഇത്തരം കൂടിച്ചേരലുകൾ നടത്താവൂ എന്നും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പുണ്ട്. ഈ ഒരു ആക്രമണം നടന്നതിന് പിന്നാലെ തൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസ്താവനയിൽ നിന്ന് മലക്കം മറിഞ്ഞുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തിയിട്ടുണ്ട്. ട്രംപിൻ്റെ പുതിയ പ്രസ്താവന എന്ന് പറയുന്നത് അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് കടലിടുക്ക് ഇറാൻ തുറന്നില്ലെങ്കിൽ ഇറാനിലുള്ള പവർ പ്ലാന്റുകൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തും എന്നതാണ്. ഈ ഒരു പവർ പ്ലാന്റിലേക്കുള്ള ആക്രമണം അതിൽ ഏറ്റവും വലിയ പവർ പ്ലാന്റ് കേന്ദ്രീകരിച്ച് തന്നെ ആക്രമണം നടത്തും എന്നതാണ് ട്രംപ് പറയുന്നത്. ഇതിനുശേഷം ഇറാനിലെ സായുധ സേനയായിട്ടുള്ള IRGC-യുടെ ഭാഗത്ത് നിന്ന് ഇതിനൊരു മറുപടി വന്നിട്ടുണ്ട്. അതായത് അവർ പറയുന്നത് ഇറാനിലുള്ള പവർ പ്ലാന്റുകൾ ആക്രമിക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യയിലുള്ള എല്ലാ US-ന്റെയും ഇസ്രായേലിൻ്റെയും സൈനിക കേന്ദ്രങ്ങളിലേക്കും അതുപോലെ തന്നെ ഊർജ്ജ കേന്ദ്രങ്ങളിലേക്കും ആക്രമണം നടത്തും എന്നതാണ്. എന്തായാലും ഇത്തരം വാഗ്വാദങ്ങളൊക്കെ ശക്തമായി തുടരുകയാണ്. ഇതിനിടെ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സമാധാന ശ്രമം ഉണ്ടായതായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു. അജയ് സുധാ ബിജു ആണ് ചേർത്തത്.